നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. വയനാട് ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച 51 വീടുകൾ കൈമാറി. ആദ്യഘട്ടത്തിൽ പൂർത്തിയായ സ്നേഹഭവനങ്ങളുടെ താക്കോൽ പ്രിയങ്ക ഗാന്ധി എംപിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും ചേർന്നാണ് കൈമാറിയത്. ബെൻസൺ ബാബുവാണ്. ഷാഹിന നാസർ എന്നവർക്കുള്ള വില്ല നമ്പർ 39 അതിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റും കീയും ഇവിടെ കൈമാറുകയാണ്. അത്രമേൽ ധന്യവും ഊഷ്മളവുമായ ചടങ്ങിന് ഈ നാട്, ഈ സദസ്സ്, ഈ വേദി സാക്ഷിയാവും. ബെൻസൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. ബെൻസൺ, ഏറെ ഹൃദ്യമായിട്ടുള്ള കാഴ്ചയാണ്. 51 വീടുകളാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് നിർമ്മിച്ച ഭവനങ്ങളുടെ താക്കോലാണ് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇന്ന് അവിടെ ചടങ്ങ് നടന്നത്? സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സന്തോഷം നൽകുന്ന, അതോടൊപ്പം തന്നെ മലയാളി എന്ന നിലയിൽ ഏറെ അഭിമാനം നൽകുന്ന മുഹൂർത്തങ്ങളായിരുന്നു കടന്നുപോയത് എന്ന് തന്നെ വേണം പറയാൻ. ഈ അപകടം ഉണ്ടായിട്ടുള്ള മേപ്പാടി പഞ്ചായത്തിൽ തന്നെയുള്ള വെള്ളിത്തോട് എന്ന് പറയുന്ന പ്രദേശത്താണ് മുസ്ലിം ലീഗ് 1.5 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുകയും അവിടെ വീടുകളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രാരംഭഘട്ടത്തിൽ 51 വീടുകളാണ് പൂർണ്ണമായും നിർമ്മിച്ച് പൂർണ്ണമായും ഫർണിഷ് ചെയ്ത് ഈ ഗുണഭോക്താക്കൾക്കായി നൽകിയിട്ടുള്ളത്. 105 വീടുകളാണ് മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകുക. ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണ പ്രവർത്തികളും ഈ മേൽപ്പറഞ്ഞ പ്രദേശത്ത് തന്നെ തുടരുകയാണ്. അത് മെയ് അവസാനത്തോടു കൂടി തന്നെ ആ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കി മുഴുവൻ 105 കുടുംബങ്ങൾക്കും വീടുകൾ കൈമാറാൻ സാധിക്കും എന്ന ഉറപ്പ് തന്നെയായിരുന്നു വേദിയിൽ വെച്ച് ഇന്ന് സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ നൽകിയിട്ടുണ്ടായിരുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളും വയനാട് MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും ചേർന്നിട്ടായിരുന്നു ഈ ഭവനങ്ങളുടെ താക്കോൽ ഈ കുടുംബാംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു അത്. കാരണം നമുക്കറിയാം, ഈ ഒരു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരന്ത ബാധിതരായ ആളുകളെ ഏത് നിലയിലാണ് നമ്മുടെ നാട് അവരെ വീണ്ടെടുക്കാൻ പോകുന്നത് എന്നതിൽ ആശങ്കയുണ്ടായിരുന്നു നമുക്ക്. പക്ഷേ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കൃത്യമായിട്ടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം. ഇന്നിപ്പോൾ 51 വീടുകൾ മുസ്ലിം ലീഗ് നൽകുന്നു. നാളെ സംസ്ഥാന സർക്കാരിന്റെ ടൗൺഷിപ്പിൽ 178 വീടുകൾ അതും ഗുണഭോക്താക്കൾക്കായി നൽകുന്നു. അങ്ങനെ അവരെ തിരിച്ചുവരവിന്റെ പാതയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീടുകൾ 1050 ചതുരശ്ര അടി വിസ്തൃതിയുള്ള വീടുകളാണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 3 ബെഡ്റൂമുകളുണ്ട്. അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, മറ്റ് 2 ബെഡ്റൂം, ഒരു കോമൺ ബാത്റൂം എന്നിങ്ങനെ വലിയ സൗകര്യങ്ങളോട് കൂടിയുള്ള വീടുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് ഭാവിയിൽ മുകൾ നിലകൾ എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ മുറികളും ഫർണിഷ്ഡ് ആണ്, പൂർണ്ണമായും തന്നെ ഫർണിഷ്ഡ് ആണ് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ വീടുകളിലേക്ക് വരുമ്പോൾ ഈ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇനി അവിടെ മറ്റ് വസ്തുക്കൾ മേടിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ചെലവുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അവയെല്ലാം തന്നെ പൂർണ്ണമായും നൽകാൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്ന ഈ പ്രദേശത്ത് ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾ കൂടി അവിടെ നിർമ്മിച്ച് നൽകാനുള്ള, അല്ലെങ്കിൽ അടിയന്തരമായി തന്നെ നിർമ്മിച്ച് നൽകും എന്ന ഉറപ്പ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ, അതായത് തൊഴിൽ മേഖലയിലാണെങ്കിൽ ആ നിലയ്ക്ക് ആ രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി നൽകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചടങ്ങിൽ വന്ന് പ്രസംഗിച്ച മുസ്ലിം ലീഗിന്റെ നേതാക്കളാവട്ടെ മറ്റ് നേതാക്കളാവട്ടെ ഇവരെല്ലാവരും പറയുന്നത് കേരളം ഒത്തൊരുമിച്ച് ഈ ജനതയെ കൈപിടിച്ചുയർത്തി എന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഈ ഒരു ജനതയ്ക്കായി പോരാടി. അതിന്റെ റിസൾട്ടാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ മുസ്ലിം ലീഗിന്റെ 51 വീടുകൾ, നാളെ 178 വീടുകൾ ടൗൺഷിപ്പിൽ നൽകുന്നു. അങ്ങനെ അത് കേരളം ഒത്തൊരുമിച്ച് ഈ ജനതയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന നിലയിൽ തന്നെയായിരുന്നു എല്ലാവരും. അതുതന്നെയാണ് ബെൻസൺ. എന്തായാലും ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ കേരളം ഒത്തൊരുമിച്ച ഒരു ജനതയ്ക്കായി കൈകോർക്കുന്നു, കൈത്താങ്ങാകുന്നു. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളുടെ കൈമാറ്റം നടത്തിയത്. ആ വിവരം